തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയും നമുക്ക് ആ വേദഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമീൻ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം, വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായിട്ട് ചേർത്തിരിക്കുന്നു. നിശ്ചയമായിട്ടും അങ്ങനെ അത് ക്രോഡീകരിച്ചിരിക്കുന്നതിലും അതിനൊരു ഉദ്ദേശമുണ്ട്. എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ആശയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം മറ്റേതൊരു പുതിയ നിയമ പുസ്തകം പോലെ തന്നെ ദൈവസഭയ്ക്ക് എഴുതപ്പെട്ടതാണ്. എന്നാൽ ആ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആസ്യയിൽ അന്ന് നിലനിന്നിരുന്ന 7 historical churches. So the book of Revelation was addressed to 7 real historical churches. അത് ആ 7 സഭകളെന്നുള്ളത് 7 സഭാ കാലഘട്ടമെന്നോ അങ്ങനൊന്നുമുള്ള ആശയം പുസ്തകത്തിലില്ല, മനുഷ്യർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെയില്ല. It is just as Paul the Apostle wrote to Corinthians, അല്ലെങ്കിൽ മറ്റ് സഭകളെ, വ്യക്തികളെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നുവോ അതുപോലെ തന്നെ 7 historical churches that existed in the first century. And we don't know why only 7 churches were particularly chosen. And although there were other churches in the surrounding places like Colossae and Hierapolis and so on and so forth, why we don't know for sure. Only these 7 churches were chosen for this letter to be read in their congregation. അപ്പോൾ ഈ ഒരു പുസ്തകം ആ 7 സഭകളിൽ പ്രത്യേകമായി അവരെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എങ്കിലും ആ കാലത്തുള്ള എല്ലാ സഭകളെയും അല്ല. ഇന്ന് കൊരിന്തിയ ലേഖനമോ മറ്റേതെങ്കിലും ഒരു പുസ്തകമോ പുതിയ നിയമസഭയ്ക്ക് എല്ലായിടത്തുമുള്ള എല്ലാ ദൈവമക്കൾക്കും ബാധകമായിരിക്കുന്നത് പോലെ തന്നെ വെളിപ്പാട് പുസ്തകം ദൈവസഭയ്ക്ക് അത് ബാധകമായിരിക്കുന്നു. അത് കേവലം ഏറ്റവും ലാസ്റ്റ് ഫേസിൽ ജീവിക്കുന്ന, യുഗാന്ത്യത്തിൽ ജീവിക്കുന്ന, കർത്താവിൻ്റെ വരവിന് തൊട്ട് മുൻപ് ജീവിക്കുന്ന കുറച്ച് പേരെ അഡ്രസ്സ് ചെയ്ത് എഴുതിയതല്ല വെളിപ്പാട് പുസ്തകം. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3-ാമത്തെ, ഞാനിന്ന് ഈ യുഗാന്ത്യ സംഭവങ്ങളെക്കുറിച്ച് ഒന്നുമല്ല പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട്, കാരണം most of the time book of Revelation is a neglected book in the church. At best we talk about book of Revelation in terms of Saddam Hussein, Iraq war and Second World War and so on. No,
That is not the purpose of the book of Revelation. ഈ വെളിപ്പാട് പുസ്തകം നിശ്ചയമായിട്ടും യുഗാന്ത്യത്തിൽ എന്നെങ്കിലും സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടതല്ല. ഓഫ് കോഴ്സ് യുഗാന്ത്യത്തിൽ, കാരണം ഇതൊരു പ്രവചനമാണ്. ദിസ് ഈസ് എ പ്രോഫസി. നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ അതാണ് വായിക്കുന്നത്. തീർച്ചയായിട്ടും വരുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. പല കാര്യങ്ങളും സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പലരും ദൈവവചനത്തിൽ തന്നെ അതിൻ്റെ സിംബോളിസസ് ആ പ്രതീകാത്മകമായിട്ട് പഴയ നിയമത്തിലുമൊക്കെ യോഹന്നാൻ, ജോൺ ദി അപ്പോസ്റ്റൽ, കമ്മിങ് ഫ്രം സച്ച് എ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ട്, ഹി യൂസസ് എക്സ്റ്റെൻസീവ്ലി ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് സിംബൽസ് ആൻഡ് ഐഡിയാസ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ ടു കൺവേ ദ ഗ്രേറ്റ് മെസ്സേജ് ഓഫ് എസ്കറ്റോൺ, the things that is going to come. വരുവാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് പറയുവാൻ യോഹന്നാൻ പഴയ നിയമത്തിൽ നിന്നും അനവധിയാകുന്ന ചിത്രങ്ങൾ, അനവധിയാകുന്ന എന്താ പറയുന്ന സിംബോളിസം അല്ലെങ്കിൽ പ്രതീകാത്മകത പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ കാണുന്നതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പല സന്ദർഭങ്ങളിലും വെളിപ്പാട് പുസ്തകത്തെ കൃത്യമായി നമുക്ക് വ്യാഖ്യാനിപ്പാൻ കഴിയുന്നതുമല്ല. ആകട്ടെ, നിശ്ചയമായിട്ടും വെളിപ്പാട് പുസ്തകത്തിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ബിഹോൾഡ് ഹി ഈസ് കമ്മിങ്, കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ തീം. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം എന്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്? കർത്താവ് വരുന്നതുകൊണ്ട് എന്നെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സെൻസേഷണലൈസ് ചെയ്ത് പറയാനല്ല വെളിപ്പാട് പുസ്തകം തന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ? വേഴ്സ് 3, 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച്, ഒന്ന് ഉത്സാഹത്തോടെ വായിച്ചേ ബ്രദറെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും, കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ്. സോ ബുക്ക് ഓഫ് റെവലേഷൻ ബിഗിൻസ് വിത്ത് എ ബ്ലെസ്സിങ്, എ ബിയാറ്റിറ്റ്യൂഡ്. ഒരു ഭാഗ്യാവസ്ഥയെ പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. The book of Revelation is to be read aloud in the churches. ഈ വെളിപ്പാട് ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവൻ എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്കറിയാം. ഇന്നത്തേതുപോലെ പ്രിൻ്റഡായിട്ടല്ല അന്ന് വേദപുസ്തകം ഉണ്ടായിരുന്നത്. ആ പുസ്തകങ്ങളെല്ലാം തന്നെ സഭകളിൽ വായിച്ച് കേൾപ്പിക്കുവാൻ, അങ്ങനെ വായിച്ച് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകും, ചിലർ പ്രബോധനം കൊടുക്കും. അതായിരുന്നു ആദിമസഭയുടെ ആ ഒരു എന്താ പറയുന്നേ ആ ഒരു ക്രമം. അവരൊരുമിച്ച് കൂടി വരും. ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ, ഈ പുസ്തകങ്ങളെല്ലാം അവർ വായിക്കും. ഒരാളുടെ കൈവശമേ അതിൻ്റെ കോപ്പിയുള്ളൂ, വേറെ ആർക്കും അതില്ല. ഒരാൾ അത് വായിക്കുന്ന അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായി സഭകളിൽ വായിപ്പാൻ യോഹന്നാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. സോ ദ ബുക്ക് ഓഫ് റെവലേഷൻ വാസ് അഡ്രസ്ഡ് to the real historical churches in the first century, and it was to be read and expounded upon in the churches. That was the purpose, as any other book in the New Testament. The purpose of the book of Revelation also. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രവചനത്തിലെ ദിസ് ഈസ് സ്പെഷ്യലി എ പ്രൊഫസി. നിശ്ചയമായിട്ടും ഇതൊരു പ്രവചനമാണ്.
പ്രവചനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കർത്താവിൻ്റെ വരവാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ പ്രവചനം വായിച്ച് കേൾക്കുമ്പോൾ, കേൾക്കുക എന്ന വാക്കിനാൽ അർത്ഥമാക്കുന്നത് നിശ്ചയമായിട്ടും അനുസരിക്കുക എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറയുന്നത്? കാരണം അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വചനം കേട്ട് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. സോ ദിസ് words of the prophecy was to be heard in the churches, heard in the sense of keeping, obeying, believing, and let this prophecy work in your life so as to transform you. That was the purpose. അപ്പോൾ ഈ പ്രവചനം നൽകിയിരിക്കുന്നത് ഇത് നിങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ let it do its work. What? Let it transform you. ഇത് പ്രമാണിക്കത്തക്കവണ്ണം ഇത് നമ്മെ മാറ്റട്ടെ. അതിനാണ് വെളിപ്പാട് പുസ്തകം തന്നേക്കുന്നത്. കേൾക്കണേ, അല്ലാതെ സാദം പിന്നെ അത് അദ്ദേഹത്തെ പിടിച്ച് പിന്നെ അമേരിക്കക്കാർ കൊന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ സെൻസേഷണലിസമൊക്കെ അന്നേ പണ്ടേ പോയതാണ്. എങ്കിലും അതിന് വേണ്ടിയിട്ടൊന്നും അല്ലെന്നേ പുസ്തകം തന്നേക്കുന്നത്. വെളിപ്പാട് പുസ്തകം തന്നിരിക്കുന്നത് ഇത് അനുസരിപ്പാൻ. ലെറ്റ് ഇറ്റ് ഇമ്പാക്റ്റ് മൈ ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? ലെറ്റ് the prophecy of the book of Revelation impact my life. If that is not the purpose, then there is no use for this book in the first place. Just as any other book in the Bible. മറ്റേത് പുസ്തകം പോലെ വെളിപ്പാട് പുസ്തകം ഓഫ് കോഴ്സ് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ so in the first verse itself, John says that when you hear the message of the book of Revelation, when it is being read, there should be a proper reaction to the message. Okay? അപ്പോൾ അതതിൻ്റെ പർപ്പസ്. വ്യക്തമായിട്ടൊരു റിയാക്ഷൻ. ദർ ഷുഡ് ബി എ റിയാക്ഷൻ വെൻ യു ഹിയർ ദിസ് ബുക്ക് ഓഫ് പ്രൊഫസി ബീയിങ് എക്സ്പൗണ്ടഡ്. ദാറ്റ് ഈസ് ദ നോക്കിയേ, അതുകൊണ്ടല്ലേ മറ്റേതെങ്കിലും പുസ്തകങ്ങളെക്കുറിച്ച് ഈ ഒരു ബിയാറ്റിറ്റ്യൂഡ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ കാര്യം എന്നാ? God knew we would neglect this book. അറിയായിരുന്നു. മാത്രമല്ല, അറ്റ് ബെസ്റ്റ് ഇതുപയോഗിക്കുന്നത് കുറേ പ്രാസം ഒപ്പിച്ച് കുറേ ആൾക്കാരെ ഇളക്കാനും പ്രാസം പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചുമ്മാ കുറേ പ്രാസം പറഞ്ഞ് കയ്യടി മേടിക്കാനുള്ളതല്ലിത്. As you listen, let it change you as you have the proper reaction to the message. അല്ലേ? ശരിയാകുന്ന റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ let the book of Revelation change you. അതിനു വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ കാര്യം, അതായത് കേൾക്കുക പ്രമാണിക്കുക എന്നുള്ളത് രണ്ടല്ല, ഒന്നാണ്. ഇതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് കൺസെപ്റ്റ് തന്നെയാണ്. ഹിയറിങ്
ആൻഡ് ഒബേയിങ്. ഒറ്റ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യത നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിലും ഞാൻ ആ ഒരു വാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ എങ്ങനെയാണിത് പറയുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. ചില വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് സഹായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യവും 40-ാം വാക്യവും. ജോൺ ചാപ്റ്റർ 1:37 and verse 40. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. Look at that. So hearing is linked in John's gospel to following Jesus. അല്ലേ? കേട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ കേൾക്കുക, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യമല്ല, 1 കാര്യം. ഓക്കെ. ചാപ്റ്റർ 4 verse 42 and also 5 verse 24. യോഹന്നാന്റെ സുവിശേഷം 4:42, 5:24. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. നോക്കുക, ശമരിക്കാർ പറയുക, ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹിയറിംഗ് ആൻഡ് ബിലീവിങ്. ഹിയറിംഗ് ആൻഡ് ബിലീവിങ്. ആൻഡ് വി നോ, ഞങ്ങൾ അറിയുന്നു. ഓക്കെ. 5-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചേ. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന്. കേൾക്കുക, വിശ്വസിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ? വേദപുസ്തകത്തിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി കേൾക്കുന്നതിനല്ല പറയുന്നത്. കേൾക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, വിശ്വസിക്കുക, അതാണ് അർത്ഥം. ഓക്കെ. അനേക വാക്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ആ വേദഭാഗത്ത് നിൽക്കാൻ, അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് മുൻപോട്ട് പോകും. അതുകൊണ്ടാണ് ഈ 2ഉം 3ഉം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഓരോ സഭയ്ക്കുമുള്ള സന്ദേശം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓക്കെ. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്തിനു വേണ്ടിയിട്ടാണ്? വെളിപ്പാട് പുസ്തകം നമ്മൾ കേട്ട് അനുസരിക്കുവാനായിട്ടാണ്. കാരണം this is a word of prophecy. So its purpose is not merely to outline the future intervention of God or to portray the people of God symbolically in light of that divine reality, but to call the saints to accountability on that basis. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുക അല്ല വെളിപ്പാട് പുസ്തകം. ഓഫ് കോഴ്സ് അതുണ്ട്. എന്നാൽ ഇത് വിശുദ്ധന്മാരെ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മെ അക്കൗണ്ടബിളാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ. ഉദാഹരണത്തിന് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് വേണ്ട,
പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ മൂലപദാർത്ഥങ്ങളായിരിക്കും കത്തുന്നത്, അതാണോ അവിടുത്തെ വിഷയം? പീറ്റർ നെവർ മെന്റ് ദാറ്റ്. ഹി ഓൺലി സെഡ് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും പിന്നെന്താ, ഭൂമി അതിൻ്റെ പണിയൊക്കെ വെന്തുപോകും, ഇതെല്ലാം സംഭവിക്കും. പക്ഷെങ്കിൽ അതുകൊണ്ട് നമ്മളെന്നോ ചെയ്യണം? അതറിയാമോ? നിങ്ങൾ എത്ര, ബാക്കി അറിയാമോ? വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഓക്കെ, മൂലപദാർത്ഥങ്ങളുടെ പുറകെ പോകരുത്, അതല്ല വിഷയം. വിഷയം എന്താ? ബിക്കോസ് ഐ ഡോണ്ട് നോ ഏതൊക്കെ മൂലമാണ് കത്താൻ പോകുന്നത്, ഏത് നിലയിലാണ് കത്തുന്നത്, ഏത് ഭാഷാപ്രയോഗമാണ് അത് ലിറ്ററലാണോ സിംബോളിക്, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊന്നറിയാം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും, കർത്താവ് രാജാവായിട്ട് ഇവിടെ വാഴും. അതെനിക്കറിയാം. അതാ പത്രോസും പറഞ്ഞത്. പത്രോസ് എന്ന മുക്കുവൻ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. സോ Peter, in the light of the coming of the Lord and the future of this earth, calls the saints to godliness. Godliness. So godliness is the thing. Godliness is the theme of this book. ദൈവത്തോടുള്ള ഭക്തി. ദൈവഭക്തിയെ ആദായ സൂത്രമെന്ന് വിചാരിക്കാനല്ല, ദൈവഭക്തി ഉപയോഗിച്ചിട്ട് എൻ്റെ കാര്യം നേടാനല്ല, ദൈവത്തോടുള്ള ഭക്തി നിമിത്തം എന്നെയും എനിക്കുള്ളതിനെയും ആ യാഗപീഠത്തിങ്കൽ സമർപ്പിക്കുവാൻ കഴിയുന്നവനാണ് നിത്യതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർ, അല്ലാത്തവരല്ല. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ വി നീഡ് ടു ലിവ് godly lives in the light of the coming of the Lord. അതാണ് പറയുന്നത്. സമയം അടുത്തിരിക്കുന്നു. എന്നിട്ട് യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്ക് എഴുതുമ്പോൾ, ഞാനതിൻ്റെ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ എഴുതുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സോ just as any other New Testament books, most of the New Testament epistles, especially the epistles of Paul, greet the hearers, the audience, with grace and peace. That is the usual custom. So John the Apostle, even in this book of prophecy, begins wishing the audience, the hearers, whoever will hear the prophecy of this book, he wishes and prays for them that grace and peace may be on all of them. എല്ലാവരുടെ മേലും, ഇത് കേൾക്കുന്നവരുടെ മേൽ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എന്നിട്ട് so when John wishes and prays for peace and grace, he explains in detail, not in very great detail, but in few words, the source of grace and peace. ഈ വാക്കുകളിൽ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, കൃപയുടെയും സമാധാനത്തിൻ്റെയും
ഉറവിടം എവിടെ നിന്നാണെന്ന് യോഹന്നാൻ പറയുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ John ascribes to the source of grace and peace as the triune God. ത്രിയേക ദൈവം, ആ പദം അവിടെ ഇല്ല. പക്ഷെങ്കിൽ പിതാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഓർഡറിലല്ല, പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറഞ്ഞിട്ട് പുത്രനെക്കുറിച്ച് പറയുക. ഞാൻ ആ കാര്യത്തിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അവിടെ നിശ്ചയമായിട്ടും 7 ആത്മാക്കളെന്നൊക്കെ പറയുന്നത് 7-fold സ്പിരിറ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നൊക്കെ അത് പഴയ നിയമത്തിലാണ്. ആ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. എന്നാൽ നമ്മൾ ആ കാര്യം യോഹന്നാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും പിതാവാകുന്ന ദൈവം. 2, അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. 3, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുക. കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ആ കാര്യങ്ങൾ നാം ഇവിടെ ഒന്ന് വളരെ പെട്ടെന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ, യേശു കർത്താവിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട ടൈറ്റിൽസ് അല്ലെങ്കിൽ 3 വിശേഷണങ്ങൾ കർത്താവിനെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് 3 പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സോ ജോൺ spontaneously praises the Lord Jesus Christ. അല്ലേ? അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. സോ എന്തുകൊണ്ടാണ് why Apostle John bursts forth in praising Jesus? നമുക്ക് വളരെ പെട്ടെന്ന് അത് നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ആ 5-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് യോഹന്നാൻ പറയുന്നത് who the Lord Jesus Christ is. Secondly, he speaks about what he has done. So 2 things mainly. 1, നമ്മുടെ കർത്താവ് ആരാ. 2, കർത്താവ് എന്താണ് ചെയ്തത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 ടൈറ്റിൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1, വിശ്വസ്ത സാക്ഷി, faithful witness. Secondly, മരിച്ചവരിൽ ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്. 3, ഭൂരാജാക്കന്മാർക്ക് അധിപതി, റൂളർ ഓഫ് ദ കിങ്സ് ഓഫ് ദ എർത്ത്. So if you look at that verse, this description of the titles of our Lord, as soon as John writes that, I can imagine he falls down and praises him.
ഇല്ലേ? നമ്മൾ അങ്ങനെ പിക്ചർ ചെയ്യണം. അവൻ എന്നേക്കും എന്താ പറയുന്നേ? അവൻ എന്നേക്കും 6-ാം വാക്യത്തിൻ്റെ അവസാനം ഞാൻ പറയുന്നേ, മഹത്വവും ബലവും ആമേൻ. നോക്കണം. അപ്പോൾ യോഹന്നാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ബേസിസ് എന്താ? ഇത് വി നീഡ് ടു ലിസൺ ടു ദാറ്റ് വെരി കെയർഫുള്ളി. ഞാൻ ആ ടൈറ്റിൽസ് എല്ലാം പറയാൻ എനിക്ക് സമയമില്ല. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മുടെ കർത്താവ് ആരാണ് എന്നുള്ള ചിന്ത, ആരാണ് എന്നുള്ള ചിന്തയും നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത് എന്നുള്ള ധ്യാനവുമായിരിക്കണം എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഞാനത് പറയുമ്പോൾ മറ്റൊന്നിനും വേണ്ടി കർത്താവിന് നന്ദി പറയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെന്നെ കേൾക്കണേ. എല്ലാ സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, കർത്താവിന് നന്ദി പറയണം. എന്നാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ വിച്ച് വി മസ്റ്റ് praise and sing unto the Lord is because who He is and what He has done. അവിടുന്ന് ആരാകുന്നു? just the contemplation of who our Lord is. Truly, if you meditate upon who our Lord is, you will begin to praise Him. കർത്താവാ നമുക്ക് വലുത്. ഞങ്ങളോടൊരു പ്രിയ സിസ്റ്റർ, ആ സിസ്റ്റർ ഹൈന്ദവ മാർഗത്തിൽ നിന്നും മറ്റൊരു ഭാഷക്കാരിയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ പൊന്നു കർത്താവേ, ആ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉള്ള അങ്ങയോടുള്ള സ്നേഹം, അതിൻ്റെ ഒരു അംശം പോലും ഞങ്ങൾക്കുണ്ടോ? ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തി. ആ സിസ്റ്റർ പറഞ്ഞ വാക്ക് ഐ വിൽ റിമെമ്പർ ദാറ്റ് ഓൾവേസ്. ആ സിസ്റ്റർ ഏകയായിട്ട് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് മലയാളിയല്ലാത്ത, അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, വേറെ യാതൊരു പാരമ്പര്യമൊന്നുമില്ല. ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കർത്താവിനെ ഒന്ന് കണ്ടിട്ട്, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് നമസ്കരിച്ചിട്ട് എന്നോട് കർത്താവ് നരകത്തിൽ പൊക്കോ എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലെന്ന്. കർത്താവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ പൊന്നു കർത്താവേ, നമ്മൾ കർത്താവിനെ സേവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റ് ബെസ്റ്റ് മരിച്ചു കഴിയുമ്പം സ്വർഗത്തിൽ പോകണം, അല്ലേ? മരിച്ചു കഴിയുമ്പം സ്വർഗത്തിൽ പോകണം. എ സേവിയർ who saves me from hell. Okay? Of course he is a savior from hell. But now, do I acknowledge him as a savior from my sin in the first place? നമ്മൾ എത്രത്തോളം നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊരു കർത്താവിനെ വിശ്വസിക്കാൻ ആർക്കാ കുഴപ്പം? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, അതുപോലെ തരുന്ന ഒരാളെ വിശ്വസിക്കാൻ എനിക്ക് എന്താ കുഴപ്പം? അങ്ങനെ ഒരാളെ
താരിഫ് ചെയ്യാൻ, അല്ലേ, പ്രൈസ് ചെയ്യാൻ എന്നാ ബുദ്ധിമുട്ട്. ബട്ട് അവിടെയാ കർത്താവിനോടുള്ള ആ സ്നേഹം ആ പ്രിയ സിസ്റ്റർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് കർത്താവിനെ ഒന്ന് കണ്ടാൽ മതി, കണ്ട ശേഷം എന്നെ നരകത്തിലോട്ട് പറഞ്ഞു വിട്ടാലും എനിക്കൊന്നുമില്ല. ഡു വി ലവ് അവർ ലോഡ്? നമ്മൾ കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവാണോ നമുക്ക് വലുത്? കർത്താവ് തരുന്ന എന്തെങ്കിലും ആണോ വലുത്, അതോ കർത്താവാണോ? യോഹന്നാൻ പിന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ സിംഹാസനവും കിരീടവും ഒക്കെ വലിയ വലിയ കാര്യമായിട്ട് പറയും. പക്ഷെ യോഹന്നാൻ പിന്നെ പറയുന്നുണ്ട്, അവർ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി കിരീടം തലേന്നെടുത്തു, അത് കുഞ്ഞാടിൻ്റെ പാദപീഠത്തിലിട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടേ, അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും പുകഴ്ചയും എല്ലാം സ്വീകരിപ്പാൻ അവിടുന്ന് യോഗ്യനെന്ന് പറഞ്ഞ് കിരീടങ്ങളെ അവൻ്റെ പാദപീഠത്തിലിടും. കിരീടങ്ങളല്ല വലുത്, സ്വർഗവുമല്ല വലുത്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന യേശു കർത്താവാ വലുത്. അതാ യോഹന്നാൻ ഇവിടെ പറയുന്നത്. ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഹൂ ദ ലോർഡ് ഈസ്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്, വിശ്വസ്ത സാക്ഷി. ഈ വിറ്റ്നസ് എന്ന പദം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. സാക്ഷിയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സാക്ഷ്യമെന്നല്ല 1-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ അർത്ഥം. 1-ാം നൂറ്റാണ്ടിൽ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവോ ആ വിശ്വസിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി മരിക്കുവാൻ റെഡിയായിരിക്കുന്ന, ഒരുക്കമായിരിക്കുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് സാക്ഷി. മാർട്ടീരിയോൺ, രക്തസാക്ഷി എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്നാൽ ഒറിജിനൽ ഭാഷയിൽ ഒറ്റ പദമാണ് സാക്ഷി എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായവൻ. ഇവിടെ യേശു കർത്താവിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുക. ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. വൈ? Because he said, I am giving my life as a ransom for many. യേശു പറഞ്ഞു, എൻ്റെ ജീവനെ അനേകർക്ക് മറുവിലയായിട്ട് കൊടുക്കുന്നു. അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് പറഞ്ഞ കാര്യം അതിൽ നിന്നൊട്ടും പുറകോട്ട് പോകാതെ കാൽവറി ക്രൂശിൽ അവസാന തുള്ളി ചോരയും എനിക്കും നിങ്ങൾക്ക് വേണ്ടി തരുവാൻ വിശ്വസ്തയോടെ അവിടുന്ന് പറഞ്ഞതിനെ നിവർത്തിച്ചവനാണ് നമ്മുടെ കർത്താവ്. He is the faithful witness. He didn't shrink back at the cross. When faced with that terrible death on the cross, he remembered his promise to me, an unworthy sinner. അല്ലേ? നമ്മളോടുള്ളതാകുന്ന, നമ്മെ രക്ഷിക്കും എന്നുള്ളതാകുന്ന വാഗ്ദത്തം നിവർത്തിപ്പാൻ he didn't shrink back from that terrible death on the cross. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി.
Can I trust him, my life with him? Yes. Can you trust him with your life? Of course, because he is the faithful witness. He is faithful. Secondly, he is the firstborn from the dead. മരിച്ചവരിൽ നിന്നും ആദ്യജാതൻ. So, the primary emphasis here, when Apostle John says he is the firstborn from the dead, the primary emphasis is this, that he is sovereign over life and death. ഇവിടെ യോഹന്നാൻ പറയുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? അവിടുന്ന് മരണത്തിന്മേലും ജീവന്മേലും പരമാധികാരിയാണ്. രണ്ടാമത്, ഞാനും നിങ്ങളും ഒരു ദിവസം മരിക്കും. കർത്താവ് വന്നില്ലെങ്കിൽ എൻ്റെ താല്പര്യം, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മരിക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്കില്ല. എൻ്റെ താല്പര്യം ജീവനോടെ ഇരിക്കുമ്പം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല കർത്താവ് എൻ്റെ ജീവകാലത്ത് വരുമോ. വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഒരു ദിവസം നമ്മളെല്ലാവരും മരിച്ചേ പറ്റൂ. പക്ഷെങ്കിൽ മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ, ബിക്കോസ് മൈ ലോർഡ് റോസ് ഫ്രം ദ ഡെഡ്, you and I who trust in him will also be resurrected to life. അപ്പോൾ അതാണ് യോഹന്നാൻ ഇവിടെ കൺവേ ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. എന്താണെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ ഈ സഭകൾക്ക് എഴുതുമ്പോൾ അതുവരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പെർസിക്യൂഷൻസ് ഒക്കെ എവിടെ ആയിട്ടുണ്ട്. എന്നാൽ വലിയ പീഡ വരാൻ തുടങ്ങുന്നു. അത് സംഭവിച്ചു. പക്ഷെങ്കിൽ അവരോട് പറയുക, ഡോണ്ട് വറി, അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ആദ്യജാതന. ഈ ഒരു കൊട്ടേഷൻ സത്യത്തിൽ എനിക്ക് ആദ്യജാതൻ എന്നുള്ള പദം എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുക. പെട്ടെന്ന് അവസാനിപ്പിക്കാം. സങ്കീർത്തന 89:27 ഇവിടെ യോഹന്നാൻ സത്യത്തിൽ ഉപയോഗിക്കുന്നത്. കൊലോസ്യർ 1:15, അതുപോലെ എബ്രായർ 1:6, ഇവിടെയൊക്കെ ഈ പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റനേക വേദഭാഗങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ആ സങ്കീർത്തന ഭാഗം ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. 89:27, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. നോക്കുക, ഇതാണ് സത്യത്തിൽ യോഹന്നാൻ പറയുന്നത്. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഇവിടെ യോഹന്നാൻ പറയുക, അവിടുന്ന് ആദ്യജാതന. ഹി ഈസ് നോട്ട് ഓൺലി സോവറിൻ ഓവർ ലൈഫ് ആൻഡ് ഡെത്ത്, ഹി ഈസ് സുപ്രീം, ഹി ഈസ് സോവറിൻ ഓവർ എവ്രിതിങ്. കൊലോസി ലേഖനത്തിൽ അത് വളരെ, അവൻ സകലത്തിലും മുമ്പനാകേണ്ടതിന്, സോ ദാറ്റ് ഹി മേ ബി പ്രീ എമിനൻറ്റ് ഇൻ ഓൾ. Preeminence of Christ, the excellency of Christ, that is the meaning of firstborn. അത് വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത് പറയുക, ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 1-ാം നൂറ്റാണ്ടിൽ അവിടെ അവർ ദൈവമക്കളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു, കൈസർ കർത്താവാണെന്ന് പറയുന്നില്ലായിരുന്നു. സീസർ ഈസ് ലോർഡ്. അതായിരുന്നു ഒരു കാരണം. സീസർ വർഷിപ്പ്, കൈസറിനെ വണങ്ങുക, കൈസറിൻ്റെ പ്രതിമയ്ക്ക് മുൻപാകെ പുഷ്പങ്ങൾ അർപ്പിക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. കൈസറിനെ കർത്താവെന്നാണ് പറയുന്നത്. പക്ഷേ
ദൈവമക്കളാരും കൈസറിനെ കർത്താവെന്ന് പറഞ്ഞില്ല, ജീസസ് ഈസ് ലോർഡ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിലല്ലാതെ യേശുക്രിസ്തു കർത്താവെന്ന് പറയാൻ പൗലോസ് ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് എഴുതിയെന്ന് മനസ്സിലായോ? യേശു കർത്താവാന്ന് പറഞ്ഞാൽ തല പോകുന്ന സമയത്ത് കൈസർ അല്ല കർത്താവ്, യേശു ആ കർത്താവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിലേ പറ്റുകൊള്ളുന്ന അവൾ പറഞ്ഞേ. ചുമ്മാതെ ഇന്ന് നമ്മൾ എന്തെങ്കിലും പറയുന്ന കാര്യം അല്ലേ പറഞ്ഞത്. ഇനി അതിൻ്റെ ഇടയ്ക്കൊന്ന് പറയട്ടെ, അത് ഇതുമായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഈ 1-ാം നൂറ്റാണ്ടിൽ എഴുതിയപ്പോൾ ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിച്ചാൽ അവൻ നല്ല വേലയാ കാക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തിനാ അങ്ങനെ ഇൻസെൻറ്റീവ് കൊടുത്തതിൻ്റെ കാര്യം അറിയാമോ? ഇന്ന് ഇലക്ഷൻ നടത്തുന്ന കാര്യമല്ല, പിന്നെന്താണെന്നറിയാമോ? അന്ന് അത് പറഞ്ഞതിൻ്റെ താല്പര്യം, ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരു മീറ്റിംഗ് നടക്കുക, ഇവിടുത്തെ അധികാരികൾ വരിക, ആദ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആരെയായിരിക്കും എന്നറിയാമോ? അധ്യക്ഷനെ. മനസ്സിലായോ? അപ്പോൾ അതിനാ ഇൻസെൻറ്റീവ് കൊടുത്തത്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിച്ചാൽ അവൻ നല്ല വേല താല്പര്യപ്പെടുന്നു. അതിനാ ഇൻസെൻറ്റീവ് കൊടുത്തത്. അല്ലാതെ ചുമ്മാതെ ഇന്ന് വോട്ട് നടത്താൻ വേണ്ടിയിട്ടല്ല കൊടുത്തത്. അല്ല, നോട്ട് അറ്റ് ഓൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാനിൽ കൂടെ പറയുക, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. സീസർ ലോർഡാണെന്ന് ചിലർ വിളിക്കുന്നുണ്ടാകാം, എന്നാൽ കർത്താവ് ഹീ ഈസ് ലോർഡ് ഓഫ് ലോർഡ്സ്, കർത്താധികർത്താവ്. ഹീ ഈസ് കിങ് ഓഫ് കിങ്സ്, രാജാധിരാജാവ എന്ന് പറഞ്ഞാൽ ജീസസ് ഈസ് ഓവർ എവ്രി വൺ. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഈവിളൊക്കെ ഇവർക്കൊക്കെ ചെയ്യാൻ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല വീഡിയോസും നമ്മൾ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. പക്ഷെങ്കിൽ ഈവൻ ദെൻ നോക്കണം, ആ കോണ്ടെക്സ്റ്റിൽ ഈ പുസ്തകം ഒന്ന് വെച്ച്, ജീസസ് ഈസ് ലോർഡ്, ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. വേറെ ഏതാ അവരോട് പറയാൻ പറ്റുന്നത്? ഇപ്പം വരും വിടുതലെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥവുമുണ്ടോ അതിന്? ചങ്കായി ദേഗ അതിനു വേണ്ടിയിട്ടാണെന്നുണ്ടേ ഈ ജനക്കൂട്ടത്തിൻ്റെ അടി കൊണ്ടേച്ച് ചങ്കായി കിട്ടേണ്ടി വല്ല കാര്യമുണ്ടോ? ഏതാ ചൂസ് ചെയ്യുന്നത്? ശ്രദ്ധിക്കണം. ഗോസ്പൽ ഈസ് ഓൾവേസ്, it is the greatness of our Lord. ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണവൻ, and he is coming. അതേ 1-ാം നൂറ്റാണ്ടിൽ പീഠകളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് പറയുക, അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. ഭൂരാജാക്കന്മാർക്ക് മരിച്ചവരിൽ നിന്ന് ആദ്യജാതനാണ്, ഭൂരാജാക്കന്മാരുടെ അധിപതിയാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. എന്നിട്ട് അവിടുന്ന് എന്താ ചെയ്തത്? വാട്ട് ഹി ഡിഡ്. നിങ്ങൾ കേൾക്കണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവിടുന്ന് എന്താ ചെയ്തത്? വായിക്കേ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം, ഒന്നാമത് നമ്മളെ സ്നേഹിക്കുന്നവൻ, he loves us. It is not simply he loved sometime ago. No, he loves me, he loves you. നമ്മെ സ്നേഹിക്കുന്നവൻ
in spite of everything I am, in spite of my sinfulness, He loves me still. If you are a child of God, നാം ഒരു ദൈവ പൈതലാണെങ്കിൽ, He loves you and me. യോഹന്നാൻ അതാ പറയുന്നത്, നമ്മെ സ്നേഹിക്കുന്നവൻ. 2, നമ്മുടെ പാപം പോക്കി നമ്മുടെ പാപം പോക്കിയവൻ നമ്മെ തന്റെ രക്തത്താൽ നിർത്തിക്കേ. 40 വർഷം പുറകിലുള്ള ഒരു പാട്ടെടുത്തേ. എന്താ പാട്ട്? കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ഇപ്പം വരും വിടുതൽ, ഇപ്പം വരും വിടുതൽ, ഇപ്പം വരും. അതാണോ അവരുടെ പാട്ട്? നിങ്ങൾ പറ, ടെൽ മീ. നോ, നോ. നമ്മുടെ പാപം പോക്കി, പാപം പോക്കിയവനാണ് കർത്താവ്. ഫോക്കസ് ഓൺ ദ ക്രോസ്. റിമെമ്പർ ദ ക്രോസ് ഓൾവേസ്. പ്രിയപ്പെട്ടവരെ, ബാക്കിയെല്ലാം എവിടെ വേണേലും കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാ ഞാൻ. എന്നെ തിന്നാമെങ്കിൽ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞാൽ, എന്നിൽ വിശ്വസിക്കാമെങ്കിൽ ലോകത്തിനു വേണ്ടി കൊടുക്കുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നത് എൻ്റെ രക്തമാണെന്ന് പറഞ്ഞു. കർത്തൃമേശയെക്കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ അവിടെ എന്താ പറഞ്ഞത്? ക്രൂശിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പാപത്തിനു വേണ്ടി എൻ്റെ ശരീര രക്തങ്ങളെ ഞാൻ തകർക്കുകയും ചിന്തുകയും ചെയ്യുമ്പോൾ എന്നെ രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എന്നാൽ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരും. ഇത് കേട്ടപ്പം അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചതുമില്ല. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അയ്യോ പോകല്ലേ. നോ. പന്തിരുവരെ നോക്കിയിട്ട് എന്നാ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾക്കും വേണേ പോകാം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വേണമെങ്കിൽ പോകാം, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? ശീമോൻ പത്രോസ് എന്നാ പറഞ്ഞതെന്നറിയാമോ? അക്ഷരാഭ്യാസമില്ലാത്ത ആ പത്രോസ് എന്നാ പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, ഞങ്ങളെങ്ങോട്ട് പോകാനാ? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പലയിടത്തും കിട്ടും കേട്ടോ. ഇപ്പോൾ വരുന്നുണ്ട് ഒരു അപ്പോസ്തലൻ, അവിടെ പോവാം. യു ആർ ഫ്രീ ടു ഗോ. ഇഫ് യു വാണ്ട് ടു ഗോ, ഗോ. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പത്രോസ് എന്നാ പറഞ്ഞേ? കർത്താവേ, ഞങ്ങളെങ്ങോട്ടാ പോകുന്നത്? നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കലേ ഉള്ളൂ. ഫോക്കസ് ഓൺ ദ ക്രോസ്. നമ്മളെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കിയവനും, ഓക്കെ, പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു. മനസ്സിലാക്കണേ, വിടുവിച്ചു. എങ്ങനെ വിടുവിച്ചു? രക്തത്താൽ വിടുവിച്ചു. രക്തം ചിന്തി വിടുവിച്ചു. എന്നിട്ട് നമ്മളെ ഇപ്പോൾ ആരാക്കി വെച്ചു?
തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും. എന്തുകൊണ്ടാ തൻ്റെ പിതാവെന്ന് പറയുന്നത്? യേശു കർത്താവിനെ മനുഷ്യൻ എന്ന നിലയിൽ അവിടെ പറയുന്നത്, അവിടുത്തെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ പറയുക. നമ്മളെ അതാണ് യോഹന്നാന്റെ സുവിശേഷം 20 നമ്മൾ വായിക്കുന്നത്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്ന് പറയുന്ന അതേ കാര്യം തന്നെ യോഹന്നാനോട് പറയുന്നത്. അവൻ്റെ പിതാവിന് എന്തോ നമ്മളെ ആക്കി വെച്ചു? രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന്. ചിന്തിക്കണേ. ഒന്ന്, നമ്മുടെ കർത്താവ് ആരാ? 2, കർത്താവ് എന്നാ ചെയ്തത്? കർത്താവ് ചെയ്തു നമ്മെ സ്നേഹിക്കുന്നവൻ. 2, നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മളെ വിടുവിച്ചു. നമ്മളെ ഇപ്പോൾ ആരാക്കി വെച്ചു? രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചവന്. വായിച്ചു എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. So why we should praise him? Why? This is why. മനസ്സിലായോ? വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടിക്കാം. വെളിപ്പാട് പുസ്തകം നമുക്ക് തന്നേക്കുന്നത് ടു ടീച്ച് us godliness, നമ്മളെ ദൈവഭക്തി എന്തെന്ന് പഠിപ്പിക്കാനാ വെളിപ്പാട് പുസ്തകം മറ്റെല്ലാ പുസ്തകങ്ങളും തന്നിരിക്കുന്നത് പോലെ തന്നെ തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ആ വേദഭാഗത്ത് നിന്ന് വിശദീകരിക്കാനുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോയില്ല. എങ്കിലും നമ്മൾ കേട്ടതാകുന്ന വചനം നമുക്ക് അനുഗ്രഹമായിട്ട് വരട്ടെ. നമ്മുടെ കർത്താവ് മാത്രം വലിയവൻ, നമ്മുടെ കർത്താവ് മാത്രം സകല സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണ്. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകിയവനാണ്. നമ്മുടെ കർത്താവ് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചവനാണ്. അവന് മഹത്വം, അവന് സകല സ്തുതി. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.